മഴയായതുകൊണ്ട് കുളിയൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ കുളിച്ച് ഫേസ് വാഷൊക്കെ ചെയ്ത് പോകാൻ പോവുകയാണ്. പോകാൻ വീട്ടിലാണ് ഞാൻ അവിടെ വെച്ച് നിൽക്കണുണ്ടോ കണ്ടോ ബാഗേ കമ്മിയാ വേണ്ടിയില്ല. അവിടെ കുക്കിങ്ങിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അവൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മളെ പണി ചെയ്യാം. ഓടാ. അപ്പോ ഇതെല്ലാം വാഷ് ചെയ്ത് സ്പൈസൊക്കെ ഒന്ന് സിന്ദൂരമൊക്കെ ഒന്ന് മാച്ച് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യണം. ബാക്കി അതിന് മുമ്പ് നമ്മൾ ചെയ്യാനുള്ളത് താരൻ വേണ്ടിയുള്ളതാണ്. അതായത് ഈ മുടിയൊന്നും ഭമ്മ നിൽക്കുന്നുണ്ടില്ലേ, ഇതൊന്ന് സ്മൂത്താക്കി എടുക്കാൻ അതിന് വേണ്ടതാണ് നാരങ്ങ, കർപ്പൂരം. നമ്മൾ നാരങ്ങ ഇങ്ങനെ പിഴിയുക. പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാറെടുക്കുക. താരൻ എന്നുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. മുടിയൊന്ന് ഓക്കെ. നമ്മൾ ഈ കർപ്പൂരം കണ്ടല്ല, ഇതിനെ പൊടിച്ച് ചേർക്കുക. ഇതിനകത്ത് ഇത് ഫംഗൽ മാറാനുള്ളതാണ്. ഞങ്ങൾ പൊടിക്കുക. ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് കുറച്ച് കുരു എടുത്ത് കളഞ്ഞു കണ്ടല്ലോ, വെട്ടമാണ്. ഇതിലോട്ട് ഇനി നമ്മൾ ഓയിൽ ആഡ് ചെയ്യുക. അതായത് ഞാനിതിപ്പം ആയുർവേദ എണ്ണയാണ്, അതായത് ഒലിവ്, കുറച്ച് എണ്ണ നമുക്ക് ആഡ് ചെയ്യുക. ഇത് തലയിൽ എന്നിട്ട് അപ്ലൈ ചെയ്യണം. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് കേട്ടാൽ, ഇതിനകത്ത് തുളസിയില, കൈതോണി, പിന്നെ വന്നിട്ട് ഈ മുടി വളരുന്ന ഒരു എണ്ണയുണ്ട് കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചൊരു എണ്ണ, പിന്നെ ഉള്ളി, ഇത്രയാണ് ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക. ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്തിട്ട് ഇതിലായിട്ട് നമുക്ക് റോസ്മേരി വാട്ടറില്ലേ അതും കൂടെ ഒഴിച്ച് നമ്മളിവിടെ തേക്കാവുന്നതാണ്. റോസ്മേരി വാട്ടർ എടുക്കട്ടെ, നമ്മൾ ഉണ്ടാക്കി വെച്ച റോസ്മേരി വാട്ടർ. തറ വീഴല്ലേ എൻ്റെ ഭഗവാനെ, രണ്ട് കൈ കൊണ്ട് ഞാനും ഉണ്ട്. ഇതാണ് നമ്മൾ റോസ്മേരി വാട്ടർ. ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമ്പൂ, റോസ്മേരി എസൻസ്, റോസ്മേരി എസൻസ് അല്ല, റോസ്മേരി വാട്ടർ തന്നെയാണ്. ഇതിലെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക. റോസ്മേരി ചീത്തയാവാറായി, അതിനാൽ ഫുള്ള് തീർത്ത് കളയണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും. ഓക്കെ. ഓയിൽ മസാജിങ്ങുമായി ഹെയർ ട്രീറ്റ്മെൻറ്റുമായി. എന്നിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയണം കേട്ടോ. ഷാമ്പൂ വാഷല്ല, ഏകദേശം ഒരു മണിക്കൂർ തേച്ചിട്ടിട്ട് ചെയ്യുക. താരനൊക്കെ ഒരു പരിഹാരമാണ്. ഒരു പരിധി വരെ, ഒരു 2 ആഴ്ചത്തേക്ക് താരന് ഒരു ഡിസ്റ്റർബും ഉണ്ടാവില്ല. ഓക്കെ. ഡാൻഡ്രഫ് എന്ന് പറയും. ഓക്കെ.
ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഓയിൽ ഇങ്ങനെ തേക്കുള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മൾ ചെയ്താൽ മതി. ഈ തലങ്ങണിയിലും ഡ്രസ്സിലും ഒക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ഓയിൽ അധികം തേക്കാറില്ല. നമ്മൾ ഡ്രാൻഡ്രഫ് അധികം ഉള്ളവരാണെങ്കിൽ തലയിൽ പേന് പോകുന്ന ചീപ്പുണ്ട്, അതിട്ട് ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം പുറത്ത് വരുന്നതാണ്. ആ ഡ്രാൻഡ്രഫ് പുറത്ത് വന്നിട്ട് ഈ മരുന്ന് കറക്റ്റായിട്ട് ആ ഡ്രാൻഡ്രഫ് ഉള്ളിടത്ത് പിടിക്കും. ഡ്രാൻഡ്രഫ് ഉള്ളത് പെട്ടെന്ന് മാറത്തില്ല, ഒരു പരിധി കഴിയുമ്പോൾ അത് വന്നോളൂ. ഓക്കെ, ഇനി ബാലൻസ് ഇത്രയുടെ ഉണ്ട്. ഇത് ഓയിലെല്ലാം പോയി കഴിഞ്ഞു. എന്താ കുഴി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ തേച്ച് ഈ കെയറിങ്ങൊക്കെ ചെയ്തതിനാണ് എൻ്റെ കുഴി. മിക്കവാറും കുഴി ഇങ്ങനെ തന്നെ. ഇപ്പം ഇത് മഴയുടെ ഭാഗമായിട്ട് 2 ദിവസമായി കുളിച്ചിട്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്യണം, അല്ലെങ്കിൽ മുടി ഡാമേജ് ഇതാവും. ഉള്ളത് തല നോക്കുന്നുണ്ട്. അപ്പോൾ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ ഇതെല്ലാം പിടിക്കുള്ളൂ. ഹെയർ സ്പാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാനത് വളരെ അധികം ചെയ്യാറില്ല. അതിൻ്റെ മുടി വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ അധികം ചെയ്യാറില്ല. ഇവിടെ ഇത്രയും മുടി നമ്മളിതിൽ നിന്ന് ഇപ്പം നോക്കിക്കോ, ഇത് തേച്ച് കഴിയുമ്പോൾ ഇത്രയും മുടി കണ്ടോ, നമ്മുടെ വേസ്റ്റ് മുടിയാണ് ഇത്രയും. ഇതിങ്ങനെ കയ്യിലിങ്ങനെ വരും. ഓക്കെ, ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് എന്നെ. ഇത് തേച്ചപ്പോൾ എന്താ തലയിലൊരു നീറ്റലും പോച്ചലും എന്നറിയോ. എവിടെയൊക്കെ ഡാൻഡ്രഫ് ഉണ്ടോ അവിടെയൊക്കെ ഇതാണെന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ്. തലയൊക്കെ നല്ല ചുറ്റലുണ്ടേ. ഇതാണ് മസാജിങ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് തന്നെ മസാജ് ചെയ്താൽ മതി, ആരുടെ ആവശ്യമൊന്നുമില്ല. എന്നാലേ ഇത് കറക്റ്റായിട്ട് എത്തേണ്ടടുത്ത് എത്തിച്ചേരുള്ളൂ. ചില ആളുകൾ പറയും ഡാൻഡ്രഫ് വരുന്നത് പ്രോട്ടീൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് പറയുന്നു. ചിലർ പറയുന്നു വയറിൽ അൾസറിൻ്റെ ഇതുള്ളത് കൊണ്ടാണ് ഡാൻഡ്രഫ് വരുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്യാം. നമ്മൾ തലയൊട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. എൻ്റെ മുടി സംരക്ഷണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് കൂടുതലും ഡാൻഡ്രഫ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പോർഷനിലായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ റോസ്മേരി വാട്ടറും കൂടെ ഇതിൽ മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. എന്തായാലും റോസ്മേരി തേക്കുമ്പോൾ നമുക്ക് തല വാഷ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്
തലയുടെ ബേക്ക് ഭാവമൊക്കെ നല്ല പിച്ചറുണ്ട് കേട്ടോ. ബേക്ക് ഞാൻ നല്ലതുപോലെ നാരങ്ങ നീര് ഓയിൽ ചേർത്ത് മസാജ് ചെയ്തിട്ടുണ്ട്. പിച്ചുന്ന സമയത്ത് പിച്ചിക്കോളൂ, കാരണം എന്താണെന്ന് വെച്ചാൽ അതവിടെ കൂടുതൽ അപ്ലൈ ആവും. ഓക്കേ, കുറച്ച് പിച്ചലൊക്കെ മാറി നമ്മളിങ്ങനെ എടുക്കണം കേട്ടോ. അതായത് വേസ്റ്റ് മുടി ഒഴിയുന്ന മുടി കയ്യിലിങ്ങനെ വരുന്നതാണ്. എണ്ണ തേക്കത്തില്ല, ഇന്നും എണ്ണ തേക്കാറില്ല അധികം. തലയ്ക്കൊരു കൂളിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം നല്ല രീതിയിൽ മുടി പോയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്നുമല്ല, 2 ദിവസം തല തൊട്ടിട്ടില്ല. ഇതായിളം അപ്പോൾ ഗേസ് ഇതാണ് എൻ്റെ ഹെയറിൽ ഞാൻ ഡ്രാൻഡ്രഫിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന മെത്തേഡ്. ഓ നല്ല പിച്ചലേ, പിറകുവശത്തൊക്കെ നല്ല പിച്ചല്. ഞാൻ ബാലൻസ് വന്ന റോസ്മേരി വാട്ടറൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വെച്ച് ചീറ്റായിരിക്കും, അതുകൊണ്ട് ഫിനിഷ് ചെയ്യുകയാണ്. ഫിനിഷ് ചെയ്യാണ്, ഇത്രയും കൂടെ ഉള്ളത്. ബാലൻസിന് നമുക്കിതിൽ കമത്താം. ഞങ്ങളുടെയുള്ളൂ. നമുക്ക് വേറെ ഉണ്ടാക്കണം. എൻ്റെ ഇല ഇവിടെ ഇരിപ്പുണ്ട്, അത് നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ നമ്മളത് ഉപേക്ഷിച്ചു. മീൻകാരൻ എന്ന് കടന്ന് വിളിക്കുകയാണ്. മീൻകാരൻ അപ്പം ഇത് ഓയിൽ, നാരങ്ങ, കർപ്പൂരം, പിന്നെ റോസ്മേരി വാട്ടർ, ഇതും കൂടി ചേർത്താണ് ഞാനിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ വരുന്നതാണ്. വാഷ് ചെയ്ത് നല്ല കളർഫുള്ളാക്കി വരുന്നതാണ്. കളർഫുൾ എന്ന് പറഞ്ഞാൽ നല്ല ഷൈനിങ് ആക്കി. ഇത് കട്ട കെട്ടി കിടക്കുകയല്ലേ, അവിടെ 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 2-3 മുടിയായിട്ട്. തീരുന്നില്ല ഗൈസ്, മുടി ഇങ്ങനെ പിഞ്ച് പിഞ്ച് വരികയാണ്. തലയിൽ ഇത് എല്ലാം തേച്ചപ്പോൾ ഒന്നുമില്ല തലയിൽ. നനയുമ്പോൾ എല്ലാവരുടെ മുടി ഇങ്ങനെയാണല്ലോ അല്ലേ. ഈ മുടി ഉണ്ടായിട്ട് പോലും, ഇത്രയും മുടി ഉണ്ടായിട്ട് പോലെ എന്നെ കഴുകി എൻ്റെ പേജിലുള്ളത്. ഓക്കെ, അപ്പോൾ ശരി. തലയുടെ വർക്ക് കഴിഞ്ഞ് ഞാനിപ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് അടുത്തുള്ള പരിപാടി ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഹിമാലയയുടെ പ്രോഡക്റ്റ് എല്ലാം നല്ലതാണ് കേട്ടോ, ഒരു കെമിക്കലും ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ,
ഇത്ര എടുത്ത് ഞാൻ സ്ക്രബ് ചെയ്യുകയാണ്. ഇങ്ങനെ ആക്കുക. എന്നിട്ട് മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്യുക. നമ്മുടെ ചിരങ്ങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കുറേ അധികം മാറുന്നതാണ്. ഇതിൽ ചെറിയ തരികളും ഒരുമാതിരി അരിപ്പൊടി പോലെ തരികളുണ്ട് കേട്ടോ. തരികൾ, ഈ തരികളാണ് നമ്മളെ സ്കിന്നിനെ ഉരസുമ്പോൾ നല്ല രീതിയിൽ വരുന്നത്. നമുക്ക് എവിടെ വേണോ പ്രോബ്ലം ഉള്ള അവിടെയൊക്കെ ഇത് തേക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, സ്ക്രബ് ചെയ്തിട്ട് ബാക്കി. അപ്പോൾ ഗെയ്സ് കണ്ടോ, ഇപ്പോൾ എൻ്റെ ഹെയർ താരനെല്ലാം പോയി നല്ല ഗ്ലോ ആയി. ഷാമ്പൂ വാഷൊക്കെ ചെയ്ത് എൻ്റെ ഫേസ് എങ്ങനെയുണ്ട് സ്ക്രബൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടി ആയില്ലേ. ഞാൻ ഒരു മേക്കപ്പ് ഇട്ടില്ല, ഇച്ചിരി കൺമഷി മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഒരു പൊട്ടും കുത്തി, ഇത്രയേ ഉള്ളൂ. ഒരു ക്രീം പോലും ആഡ് ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ട് ഗെയ്സ്? നല്ല ഫിഗറായില്ലേ? അതാണ് കുളിക്കാതെ കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ഫിഗറും കുളിച്ച് ഫ്രഷായപ്പോൾ ഉണ്ടായ ഫിഗറും. ഓക്കെ, ലവ് യു മുത്തുകളെ. മൂക്കുത്തികളോ ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഞാൻ മേടിച്ച മൂക്കുത്തി, സ്വർണ്ണ മൂക്കുത്തി.